പ്രഭാതത്തിലെ കൊടുങ്കാറ്റ്. രാവിലെ കണ്ണു തുറന്ന ഉടനെ നിങ്ങൾ എന്താ ആദ്യം ചെയ്യല്? ഫോൺ എടുക്കലാണോ? വാട്സപ്പ് സന്ദേശങ്ങൾ നോക്കലാണോ? സോഷ്യൽ മീഡിയയിൽ സ്ക്രോൾ ചെയ്യലാണോ? വാർത്തകൾ കണ്ട് മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ നോക്കിയിട്ടാണോ നിങ്ങളുടെ ദിവസം നിങ്ങൾ ആരംഭിക്കുന്നത്? അങ്ങനെയെങ്കിൽ ഒരു ചോദ്യം ഒന്ന് സ്വയം ചോദിക്കണം. നിങ്ങളുടെ ദിവസത്തിന്റെ ആദ്യ മണിക്കൂറുണ്ടല്ലോ, അത് നിയന്ത്രിക്കുന്നത് നിങ്ങൾ തന്നെയാണോ അതോ നിങ്ങളുടെ സോഷ്യൽ മീഡിയ ആണോ, അതായത് മറ്റാരെങ്കിലുമൊക്കെ ആണോ? ചോദിക്കണ്ടേ? ഞാൻ ഓച്ച് റഹ്മാൻ, നിങ്ങളുടെ ഇന്നർ പവർ കോച്ച്. ഓരോ പ്രഭാതവും ഒരു പുതിയ ദിനത്തിന്റെ തുടക്കം മാത്രമല്ല, നിങ്ങളുടെ മനസ്സിന്റെ ദിശ നിശ്ചയിക്കുന്ന വിലപ്പെട്ട സമയമാണ്. ഉറക്കമുണർന്ന ഉടൻ നമ്മുടെ ശ്രദ്ധയും മനസ്സിന്റെ നിലയും താരതമ്യേന കൂടുതൽ സ്വാധീനിക്കപ്പെടാവുന്ന അവസ്ഥയിലായിരിക്കും. അതുകൊണ്ട് തന്നെ ദിവസത്തിന്റെ തുടക്കത്തിൽ നമ്മൾ എന്താണ് കാണുന്നത്, കേൾക്കുന്നത്, ചിന്തിക്കുന്നത്, ചെയ്യുന്നത് എന്നിവ ദിവസം മുഴുവൻ നമ്മുടെ ശ്രദ്ധയെയും മനോഭാവത്തെയും സ്വാധീനിച്ചേക്കാം. അതുകൊണ്ടാണ് വിജയകരമായ പല ആളുകളും അവരുടെ പ്രധാന ദിനചര്യയെ വളരെ ഗൗരവത്തോടെ കാണുന്നത്. കാരണം എന്താ വെച്ചാൽ അവർക്കറിയാതെ പ്രഭാതത്തെ ജയിക്കുന്നവർക്ക് പലപ്പോഴും ദിവസം കൂടുതൽ വ്യക്തതയോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. ഇന്നു മുതൽ നിങ്ങളുടെ പ്രഭാതത്തെ ശക്തമാക്കാൻ ഈ 5 ശീലങ്ങൾ സ്വീകരിക്കുക. 1. ആദ്യത്തെ മണിക്കൂറിന് സംരക്ഷിക്കുക. ഉറക്കമുണർന്ന ഉടനെ ഈ ലോകത്തിന് അകത്തേക്ക് കയറ്റി വിടരുത്. സോഷ്യൽ മീഡിയ, വാർത്തകൾ, ഇമെയിൽ, ഇതൊക്കെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. നമുക്ക് ഇതിൻ്റെ ഒരു ഭാഗമാവാനല്ലോ ആഗ്രഹിക്കുന്നത്. നമ്മളൊരു മാറ്റമല്ലേ? അപ്പം നമ്മളുടെ ഉള്ളിൽ നിന്ന് വരണ്ടേ എങ്ങനെ മാറാൻ കഴിയുന്നുള്ള ആ സന്ദേശം. നമ്മൾ ആദ്യം തന്നെ ഈ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ലോകത്തിലുള്ള കുഴപ്പങ്ങളൊക്കെ ഉള്ളിലേക്ക് കയറ്റി വിട്ടാൽ പിന്നെ നമ്മുടെ മൈൻഡ് അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. ഈ ലോകത്തിൻ്റെ അധോഗതിയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. സോഷ്യൽ മീഡിയയും വാർത്തകളും ഇമെയിലും അവരെ കുറച്ചിട്ട് കാത്തു നിൽക്കട്ടെ. ഫസ്റ്റ് നമ്മളുടെ മനസ്സിലേക്ക് നമ്മൾ ശ്രദ്ധിക്കുക. ആദ്യ മണിക്കൂർ നിങ്ങളുടെ മനസ്സിനും ശരീരത്തിനും ലക്ഷ്യങ്ങൾക്കും വേണ്ടിയിട്ട് മാറ്റിവെക്കുക. അവിടെയാണ് ഒരു ദിവസത്തിൻ്റെ ദിശ തീരുമാനിക്കപ്പെടുന്നത്. രണ്ടാമതായിട്ട് നമ്മുടെ ശരീരത്തെ ഒന്ന് ഉണർത്തുക. ഫസ്റ്റ് തന്നെ ഒരു ഗ്ലാസ്സെങ്കിലും വെള്ളം കുടിക്കുക. ചെറിയ വ്യായാമങ്ങളൊക്കെ ചെയ്യുക, ഒന്ന് നടക്കുക. കാരണം എന്താ വെച്ചാൽ ശരീരം സജീവമാകുമ്പോൾ മനസ്സും ഉണരും. ഊർജമുള്ള ഒരു ശരീരം വ്യക്തമായ ചിന്തകൾക്ക് പിന്തുണ നൽകും. മൂന്നാമതായിട്ട് മനസ്സിന് ഒരു ഡയറക്ഷൻ കൊടുക്കണം, ഒരു ദിശ നൽകണം. കണ്ണാടിയിൽ നോക്കുമ്പോൾ കുറവുകൾ മാത്രം കാണരുത്. ഒന്ന് സ്വയം ചോദിക്കണം, ഇന്ന് ഞാൻ ഏത് മൂല്യമാണ് ഈ ലോകത്തിന് നൽകാൻ പോകുന്നത്? നിങ്ങളുടെ ലക്ഷ്യം ഓർമ്മിപ്പിക്കുന്ന കുറച്ച് വാക്കുകൾ മനസ്സിലാവർത്തിക്കണം. അത് നമുക്ക് കൃത്യമായി എന്താ ചെയ്യാൻ പോകുന്നുള്ള ഒരു ഐഡിയ വേണം. കാരണം ഒരു വ്യക്തമായ ലക്ഷ്യം, ഇത് ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ എനിക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റും. ഞാൻ കഴിഞ്ഞ 15 വർഷമായി മനുഷ്യനെ മനസ്സിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുക, ശരീരത്തെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുക, ആത്മാവിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ ജീവിത ലക്ഷ്യം എന്താണ്? നിങ്ങൾ ആഗ്രഹിക്കുന്ന തലത്തിലേക്ക് നിങ്ങൾക്ക് മാറണോ? ഈ ജീവിതത്തിൽ നിങ്ങൾ ആരാണെന്ന് അറിയണോ? നിങ്ങളുടെ കരുത്ത്, നിങ്ങളുടെ പീക്ക് പെർഫോമൻസ് നിങ്ങൾക്ക് പുറത്തേക്ക് എടുക്കണോ എങ്കിൽ ഐ ആം ഹിയർ. എൻ്റെ ജീവിതം ഞാൻ അതിനു വേണ്ടിയാണ് ചിലവഴിച്ചിട്ടുള്ളത്. ഞാൻ പഠിച്ച മനസ്സിലാക്കിയ കാര്യങ്ങൾ ഇറ്റ്സ് വർക്കിംഗ്. അത് തെളിവ് സഹിത ഇറ്റ്സ് 100% വർക്കിംഗ്. കാരണം അതിനുവേണ്ടി ഞാൻ 100 കണക്കിന് പുസ്തകങ്ങളാണ് വായിച്ചത്. ഏതാണ്ട് 600ഓളം ട്രെയിനിങ് ലോകത്തിൻ്റെ പല ഭാഗത്തും നടത്തി. ഇതിൽ നിന്നൊക്കെ ആർജിച്ചെടുത്ത അറിവും അനുഭവങ്ങളും ആയിട്ട് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരികയാണ്. വിത്ത് എ പെർഫെക്റ്റ് സൊല്യൂഷൻ. നിങ്ങളുടെ സ്വപ്നം നടപ്പിൽ വരുത്തണോ? ഐ ക്യാൻ ഹെൽപ്പ് യു ഇഫ് യു വാണ്ട്. അതിന് IES എന്ന ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ട്. എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. ഡീറ്റെയിൽസ് ഞാൻ തരാം. നേരത്തെ പറഞ്ഞതിൻ്റെ ബാക്കി 4ാമത്തെ കാര്യം. റൈറ്റ്, ഓരോ ദിവസം ആരംഭിക്കേണ്ടത് എന്തുകൊണ്ടാണെന്നറിയാം? വിത്ത് നോളജ്, സംതിങ് ന്യൂ, അറിവ്. ആദ്യ 10 മിനിറ്റ് നിങ്ങളുടെ ചിന്തയെ ഉണർത്തുന്ന ഒരു പുസ്തകം വായിക്കും. ജസ്റ്റ് ഒരു പാരഗ്രാഫ്, മുഴുവൻ വായിക്കുന്നൊന്നുമില്ല, ഡയറക്ഷൻ കൊടുക്കുകയല്ലേ. നമ്മൾ പ്രചോദനാത്മകമായ ഒരു ആശയം പഠിക്കാനോ കുറിപ്പുകൾ എഴുതാനോ വേണ്ടിയിട്ട് ഉപയോഗിക്കണം ആദ്യത്തെ 10 മിനിറ്റ്. റൈറ്റ്, കാരണം നിങ്ങളുടെ ആദ്യ ഇൻപുട്ട് ഉണ്ടല്ലോ, അത് നമ്മുടെ തലേണായിരിക്കണം. നമ്മുടെ തലേൻ്റെ അടിയിൽ നിന്ന് പുസ്തകം എടുക്കുക, നമ്മളത് വായിക്കുക, മാർക്ക് ചെയ്യുക. ജസ്റ്റ് ദിസ് ഈസ് ദ ഡയറക്ഷൻ, ടുഡേയ്സ് ഡയറക്ഷൻ. നിങ്ങളുടെ ആദ്യ ഇൻപുട്ട് നിങ്ങളുടെ ആദ്യ പ്രതികരണത്തെ സ്വാധീനിക്കും. 5ാമത്തെ കാര്യം പറയട്ടെ. ദിവസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജോലി ആദ്യം ചെയ്യുക. നിങ്ങളുടെ ഏറ്റവും വലിയ ലക്ഷ്യവുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന ജോലി. അത് ഈ ലോകത്തെ പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത് അന്വേഷിക്കലല്ലോ, ആണോ? അതായത് നമ്മുടെ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യണം. അപ്പം നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജോലി അത് ഒരു ദിവസത്തിൻ്റെ ആദ്യത്തിൽ തന്നെ, തുടക്കത്തിൽ തന്നെ അങ്ങ് ചെയ്യുക. അത് ആരാൻ്റെ പണി വെച്ചിട്ട് അല്ല സ്റ്റാർട്ട് ചെയ്യേണ്ടത്. യുവർ ജോബ്, നിങ്ങളെ മുന്നോട്ട് നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇറ്റ്സ് യുവർ ഓൺ തിങ്, മറ്റുള്ളവരുടെ കാര്യമല്ല, യുവർ ഓൺ തിങ്. അത് തന്നെ ആദ്യത്തിൽ പൂർത്തിയാക്കുക. നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ടല്ലോ, സ്വപ്നം ഉണ്ടല്ലോ, ആ സ്വപ്നത്തിലേക്ക് അടുപ്പിക്കുന്ന ഒരു കാര്യം ചെയ്തുകൊണ്ടായിരിക്കണം നിങ്ങളുടെ ദിവസം മറ്റുള്ളവർക്ക് നൽകുന്നത് ആരംഭിക്കാൻ. ഫസ്റ്റ് ഗീവ് ഇറ്റ് ടു യു. ഇനി അതിൽ കിട്ടുന്ന ചെറിയ ചെറിയ വിജയങ്ങൾ പോലും ദിവസത്തിൻ്റെ ബാക്കിയുള്ള സമയത്തേക്ക് ആത്മവിശ്വാസം നൽകും. നമ്മളിപ്പോൾ ഒരു സ്വപ്നത്തിലേക്ക് നമ്മൾ അടുക്കുമ്പോൾ ചിലപ്പോൾ അതിന് കുറച്ച് സമയം വേണ്ടി, ചിലപ്പോൾ നമ്മൾ ചെറിയ ചെറിയ സ്റ്റെപ്പുകളായിരിക്കും
വെക്കുന്നത് ചിലപ്പോൾ വർഷങ്ങൾ വേണ്ടി വരും. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം ഒരു ചെറിയ കാര്യം എൻ്റെ സ്വപ്നത്തിന് വേണ്ടി ചെയ്തു എന്നുള്ള ആ ഒരു സംതൃപ്തി ഉണ്ടല്ലോ, ചെറിയൊരു വിജയമുണ്ടല്ലോ, അത് നിങ്ങളുടെ ദിവസത്തിൻ്റെ ബാക്കിയുള്ള സമയത്തേക്ക് നിങ്ങളായിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള ആത്മവിശ്വാസം നൽകും. ഓർമ്മിക്കുക, പ്രഭാതം എന്നുള്ളത് ഒരു സമയമല്ല, അതൊരു തീരുമാനമായിരിക്കണം. മറ്റുള്ളവർ കയറി മേയുന്ന നമ്മുടെ നിയന്ത്രണത്തില്ലാത്ത ഒരു സംഗതിയല്ല. ഇറ്റ്സ് എ ഡിസിഷൻ. നിങ്ങളുടെ ഒരു ദിവസം മറ്റുള്ളവരുടെ ആവശ്യങ്ങളല്ല തീരുമാനിക്കേണ്ടത്. ഇറ്റ്സ് യുവർ നീഡ്. നിങ്ങളുടെ ആവശ്യങ്ങൾ, നിങ്ങളുടെ ലക്ഷ്യങ്ങൾ തീരുമാനിക്കണം. അപ്പോൾ നിങ്ങളായി മാറുമെന്നുള്ളത് ഈ ഒരു തീരുമാനത്തിലാണ് കിടക്കുന്നത്. നാളെ മുതൽ തന്നെ ആ പുതിയ പ്രഭാതം. ഫോൺ ആകരുത് നിങ്ങളുടെ ആദ്യ ഗുരു. ഓക്കെ, ഭയമാകരുത് നിങ്ങളുടെ ആദ്യത്തെ ചിന്ത, വാർത്തകളാകരുത് നിങ്ങളുടെ ആദ്യത്തെ വികാരം. നിങ്ങളുടെ ലക്ഷ്യം, അതിലായിരിക്കണം നിങ്ങളുടെ ആദ്യത്തെ ശ്രദ്ധ. നിങ്ങൾ തന്നെ അടുക്കി വെച്ചിട്ടുള്ള നിങ്ങളുടെ അടിത്തറയുണ്ടല്ലോ, നിങ്ങളുടെ മൂല്യങ്ങളുണ്ടല്ലോ, പ്രിൻസിപ്പിൾസ്, അതാണ് നിങ്ങളുടെ ഒരു ദിനം സ്റ്റാർട്ട് ചെയ്യുന്ന ആദ്യത്തെ പവർ. കാരണം ശക്തമായ പ്രഭാതങ്ങൾ അത് യാദൃച്ഛികമായി ഉണ്ടാകുന്നതല്ല, അവ ബോധപൂർവം സൃഷ്ടിക്കപ്പെടുന്നതാണ്. അടുത്ത വീഡിയോയിൽ നമുക്ക് ജീവിതത്തിലെ തിരിച്ചടികളും പരാജയങ്ങളും ചിലരെ തകർക്കും അല്ലേ, എന്നാൽ അതേ തിരിച്ചടികളും പരാജയങ്ങളും അതേ അനുഭവങ്ങൾ മറ്റു ചിലരെ കൂടുതൽ ശക്തരാക്കുന്നു. വൈ അറിയണ്ടേ? ഓരോ പ്രതിസന്ധിയെയും വളർച്ചയ്ക്കുള്ള ഇന്ധനമാക്കി മാറ്റുന്ന ആൻറ്റി ഫ്രാജൈൽ മൈൻഡ് സെറ്റ് എങ്ങനെ വളർത്തിയെടുക്കും, ഇതിനെക്കുറിച്ച് നമുക്ക് വിശദമായി അടുത്ത വീഡിയോയിൽ പരിശോധിക്കാം. ഡോണ്ട് മിസ് ഇറ്റ്. ഓൾറൈറ്റ്, സീ യു ദേർ. ബൈ.